മലപ്പുറംകാരുടെ സ്വന്തം കൊസറാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി. മലപ്പുറം സൈഡിലേക്ക് വന്നാൽ സാധാരണ ഒരു കുടുംബങ്ങളിലെ കല്യാണത്തിൻ്റെ തലേ ദിവസം നെയ്ച്ചോറിൻ്റെ ഒപ്പം സാധാരണ ചോറിൻ്റെ ഒപ്പവും ഈ ഒരു കറി കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. എനിക്കിതൊരു സത്യം പറഞ്ഞാൽ ഞാൻ ഈ മലപ്പുറത്ത് വന്നേപ്പിനെ കേട്ടോ എനിക്ക് ഇങ്ങനൊരു സാധനം ഞാൻ കാണുന്നത്. പിന്നെ ഞാൻ കണ്ടിരിക്കുന്നത് വയനാട്ടിലാട്ടോ. വയനാട്ടിൽ ബീഫിൻ്റെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, ഞാൻ പന്നിയുടെ ഇതേപോലെ ചെയ്യുന്നതായിട്ട് കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താണ് കൊസർ എന്നല്ലേ നിങ്ങൾക്ക് അറിയേണ്ടത്. അപ്പോൾ അതെന്താ നമുക്ക് ആദ്യം നോക്കാവേ. അതായത് പശുവിൻ്റെ പോത്തിൻ്റെ എന്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ പതിര, അതിൻ്റെ അകിട്, അതിൻ്റെ ചെറിയ ചെറിയ എല്ലിൻ്റെ പീസുകൾ, പിന്നെ അതിൻ്റെ നാക്ക്, അങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം കൂടി വെട്ടിക്കൂട്ടിയിട്ടാണ് അവരിതിനെ കൊസറെന്നാട്ടോ പറഞ്ഞു കൊടുക്കുന്നത്. ഒട്ടുമിക്ക ആളുകൾ മലപ്പുറം സൈഡിൽ മേടിക്കുന്നുണ്ടെന്ന് തോന്നണം കേട്ടോ. ഇതിനവർ കപ്പയിലിട്ടാട്ടോ കൂടുതലും കപ്പയിലിട്ട് വെക്കാൻ കൊണ്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് കറിയായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. മലപ്പുറം സൈഡിലേക്ക് വന്നാലേ ഇതിന് ഏകദേശം എനിക്ക് തോന്നുന്നു കിലോയ്ക്ക് 100 രൂപയാണ് വിലയെന്ന് തോന്നണേ. അതുപോലെ തന്നെ നിങ്ങളുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ഐറ്റം കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് എന്താണ് അതിൻ്റെ പേര് പറയുന്നത്, മലപ്പുറത്ത് കൊസർ എന്ന് പറയുന്ന പോലെ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണേ. കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് കഴുകി ക്ലീൻ ചെയ്തെടുത്തിട്ട് വരാവേ. ഇതുപോലെ ഞാൻ കഴുകി ക്ലീൻ ചെയ്ത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 10-15 വെളുത്തുള്ളിയും കൂടി ചതച്ച് ചേർത്തിട്ടുണ്ട്. കൂടാതെ ഒരു മീഡിയം സൈസ് 2 സവാളയും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. ഇനി പൊടികളായിട്ട് ഞാൻ ഇതിൽ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ നമ്മൾ പൊടിച്ച ഗരം മസാലയും, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി. മല്ലിപ്പൊടി ഞാൻ വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ കേട്ടോ കറിയിലേക്ക്. അതിനായിട്ട് ഒരു 3/4 ടീസ്പൂൺ തന്നെ മല്ലിപ്പൊടിയായിട്ട് ചേർത്ത് കൊടുത്ത് ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണ്ടെങ്കിൽ പച്ചമുളകും കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൂടുതൽ ചേർക്കാം കേട്ടോ. ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഞാൻ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ നല്ലോണം വേവിച്ചെടുക്കുന്നത്. അത്യാവശ്യം വേവുണ്ട്, ബീഫ് പോലെ തന്നെ വേവുണ്ട് കേട്ടോ. ഇതിലേക്കുള്ള പൊടികൾ നമ്മൾ മൂപ്പിച്ചായിട്ട് എടുക്കുക. അതിനായിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും പിന്നെ ഇതിലേക്ക് തന്നെ നമ്മൾ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. അതായത് ഒരു ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു എരിവെള്ള മുളക് പൊടിയാണ് കേട്ടോ. അത് കാശ്മീരി ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ എരിവെള്ള മുളക് പൊടി 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇത് ഒരുപാട് മസാലയിലൊന്നും അല്ല കേട്ടോ ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ചൂടായ ചട്ടി, അതായത് വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാത്ത ചട്ടി, ലൈറ്റായിട്ട് ചൂടായി വരുന്ന ചട്ടിയിലേക്ക് ഞാൻ ഈ പൊടികൾ ഇട്ടിട്ട് ഒന്ന് മെല്ലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാട് മുരിഞ്ഞു പോയത്. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ഇതൊന്ന് പച്ചമണം, അതിൻ്റെ ഈ പൊടികളുടെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ കൊസറിൻ്റെ മിക്സും കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. ഇതിലേക്ക് എക്സ്ട്രാ നമ്മൾ താളിപ്പൊന്നും ചെയ്യുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓൾറെഡി അതിൽ ചെയ്തതാണ്. സവാള, ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഇട്ട് വേവിച്ചതായതുകൊണ്ട് ഇത് വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റിയൊരു കറിയാട്ടോ. നമുക്ക് ഈ രീതിയിൽ ബീഫൊക്കെ ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ ചെയ്യുന്നത് ഇതിൻ്റെ ചാറൊക്കെ ഒന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തിളച്ച് അതിൻ്റെ ചാറൊന്ന് വറ്റിച്ചൊന്നൊരു കുറുക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ഗ്രേവി രീതിയിലാട്ടോ ഞാനിത് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മുടെ കൊസർ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത ദിവസം പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം.